അങ്ങനെ ജീവിതം കഴിഞ്ഞു പോണതിനപ്പുറത്ത് തന്റെ ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും അവർ സന്നദ്ധരല്ല. സഹോദരങ്ങളെ, ഇത് ഒരു കേവലം സംഘടനാപരമായ കാര്യങ്ങളുടെ സംസാരമല്ല, ഒരു സുന്നി മുജാഹിദ് വിഷയമല്ല. അള്ളാന്റെ കലാമ് വെച്ച് പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ സംസാരിക്കലാണ്. ഈ ഖുർആൻ എല്ലാ കാലത്തും കേൾക്കാൻ പല നിലക്കും ശത്രുക്കൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലഘട്ടത്തിൽ അനുചരനായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഔലിയാക്കന്മാരുടെ യഥാർത്ഥ നേതാക്കന്മാരിൽ ഒരാളാണല്ലോ. അബൂബക്കറും ഫിൽ ജന്ന, ജീവിച്ചിരിക്കുന്ന കാലത്ത് വാഗ്ദാനം പറഞ്ഞു അബൂബക്കർ സ്വർഗാവകാശിയാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വീട്ടിലിരുന്നു കൊണ്ട് ഇങ്ങനെ പിന്നീട് പതുക്കെ ശബ്ദമുയർത്തി ഖുർആൻ ഇങ്ങനെ മനോഹരമായി ഓതാൻ തുടങ്ങി. പുറത്തുള്ള പല ആളുകളും ഇത് കേൾക്കാൻ തുടങ്ങി. ഇസ്ലാമിനെ എതിർക്കുന്ന ശത്രുക്കളും വിമർശിക്കുന്നവർ വരെ ഖുർആനിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയപ്പോ അവർ അടുത്ത് വന്നിരുന്ന് സാഗൂതം അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. പലരുടെയും മനസ്സിൽ നല്ല കുളിർമഴ പെയ്യാൻ തുടങ്ങി. ഖുർആൻ അങ്ങനെയാണല്ലോ. അപ്പോൾ അവിടുത്തെ നേതാക്കന്മാര് അബൂജഹൽ അടക്കമുള്ളവർ പ്രഖ്യാപിച്ചൊരു വാക്കുണ്ട്, ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഒരാളും ഖുർആൻ കേട്ടുപോകരുത്, കേൾക്കാനേ പോകരുത്. കേട്ടാൽ പിഴക്കും, കേട്ടാൽ പുത്തൻവാദിയാകും, കേട്ടാൽ തന്നെയും നിങ്ങൾ നശിക്കും, നരകത്തിലാകുമെന്ന് ഇന്ന് ഭയപ്പെടുത്തുന്ന പോലെ അന്ന് അബൂജഹൽ പറഞ്ഞ വാക്കാണ്, ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഒരാളും ഖുർആൻ കേട്ടു പോകരുത്. ഇനി അങ്ങനെ വല്ല സദസ്സും എവിടെങ്കിലും ഉണ്ടെങ്കിൽ വൽഗൗ ഫീ, അവിടെ ചെന്ന് ബഹളമുണ്ടാക്കണം. ലഅല്ലക്കും തഗ്ലിബൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. നമുക്ക് ജയിക്കണോ? നമ്മൾ ഇപ്പോഴുള്ള പൊട്ടത്തരങ്ങളുമായി ഇന്നു കുറെ കാലം ജീവിക്കണോ? ഖുർആൻ നിങ്ങൾ കേട്ടുപോകരുത്. നമുക്കിവിടെ സ്വലാത്ത് വാർഷികമല്ല, ദിക്റ് ഹൽക്കകളല്ല, ഖബർ ഉത്സവമല്ല, നേർച്ച വഴിപാടുകൾ ഒന്നും നമുക്കില്ല. ഇവിടെ അപ്പവാണിപ നേർച്ചയില്ല. ആരുടെയെങ്കിലും 5 രൂപന്റെ കോഴിമുട്ട കൊണ്ട് 50 രൂപക്ക് ലേലം ചെയ്യുന്ന തട്ടിപ്പില്ല. ഇവിടെ ഏതെങ്കിലും വ്യക്തികളുടെ കറാമത്ത് കഥകൾ, പോരിശകൾ പറഞ്ഞ്, ഇല്ലാ കഥകൾ പറഞ്ഞ് അവരിലേക്ക് പണം പിരിക്കുന്ന സമ്പ്രദായങ്ങൾ നമ്മുടെ മുമ്പിലില്ല. ഇത് അറിവിൻ നിലാവല്ല, ഇത് മദനീയമല്ല, ഇത് മടവൂർ കാഫിലയല്ല, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു സദസ്സാണ്. താല്പര്യമുണ്ടെങ്കിൽ ഇതൊന്ന് കേൾക്ക്. അള്ളാഹു എന്താണ് നമ്മളോട് പറയുന്നതെന്ന് ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹ് നമുക്ക് നൽകിയ ഈ അവസരമാണല്ലോ, നമുക്ക് കാത് നൽകിയില്ല. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ, ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് മനുഷ്യനെ നാം പടച്ചു, അവനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഫജഅൽനാഹു സമീഅൻ ബസീറാ, എന്നിട്ട് കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കി അല്ലാഹ് നമ്മളെ. ഇന്നാ ഹദൈനാഹു സബീൽ, എന്നിട്ട് യഥാർത്ഥ മാർഗം അല്ലാഹ് കാണിച്ചു തന്നു. സത്യത്തിന്റെ ഒരു മാർഗം ഖുർആനിലൂടെ, വഹിയിലൂടെ, നബി തങ്ങൾക്ക് കൊടുത്ത സന്ദേശത്തിലൂടെ ഒരു സത്യമാർഗം അങ്ങ് കാണിച്ചു തന്നു. ഇമ്മാ ശാകിറ, അതെല്ലാം പാലിച്ച് അനുസരിച്ച് ചിട്ടയുള്ള ഒരു നന്ദിയുള്ളവനായി വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം. ഇമ്മാ കഫൂറ, അല്ലെങ്കിൽ നന്ദി കെട്ടവനായി നമുക്ക് ജീവിക്കാം. ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസ് കാന മിസാജുഹാ കാഫൂറാ, നല്ലപോലെ നന്ദിയുള്ളവരായി പുണ്യവാളന്മാരായി ജീവിച്ചാൽ സ്വർഗത്തിന്റെ സുഖങ്ങൾ കിട്ടും. അല്ലെങ്കിൽ ദുനിയാവിലെ ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി ഭൂരിപക്ഷത്തിന്റെ വിവരക്കേടുകൾ അതുപോലെ പകർത്തി ജീവിച്ച്, വലാലത്തിലൂടെ ജീവിച്ച്, ആകെ ഫിത്നകളിലൂടെ മരണപ്പെട്ടു പോകുമ്പോ നഷ്ടപ്പെടുന്നത് യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് അയാൾ തെറ്റപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ നല്ല മനുഷ്യന്മാരുടെ, ഹിദായത്ത് ലഭിക്കുന്ന മനുഷ്യന്മാരുടെ പ്രത്യേകത, അല്ലദീന യസ്തമിഊനൽ ഖൗൽ, വാക്കുകൾ, വാചകങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും. വയത്തബിഊന അഹ്സന, ആ കേൾക്കുന്നതിലെ ഏറ്റവും നന്മയെ അവർ പിൻപറ്റുകയും ചെയ്യുന്നവരാണ്. ഒന്നും കേൾക്കൂല,
എനിക്കൊന്നും അയക്കണ്ട, എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിൽ 30 സൂറത്തുൽ മുൽക്കിൽ പരലോകത്തൊരു രംഗം പറയുന്നുണ്ട്. ചില ആളുകൾ നരകത്തിന്റെ അഹിലുകാരായി നരകക്കാരായി മാറുകയാണ്. എന്തേ കാരണം? ആ നരകത്തിലെത്താനുള്ള എല്ലാ വിശ്വാസ ആചാരങ്ങൾ അവന്റെ കയ്യിലുണ്ടായിരുന്നു. ഒരുപാട് പാപക്കറകൾ അവന്റെ കയ്യിലുണ്ടായിരുന്നു. അവന്റെ വിശ്വാസ വിശുദ്ധി ശരിയല്ലായിരുന്നു. അവന്റെ ഇബാദത്തുകൾ പ്രവാചക ചര്യയോട് മാതൃകയുള്ളതായിരുന്നില്ല. അവന്റെ കച്ചവടത്തിൽ വേണ്ടാത്തരങ്ങൾ ഉണ്ടായിരുന്നു. അവന്റെ വിവാഹ ജീവിതത്തിൽ കോമാളിത്തരങ്ങൾ ഉണ്ടായിരുന്നു. പാപികളായിരുന്നു. അവര് വന്നിട്ട് പറയുന്നുണ്ട്, വഖാലൂ ലൗ കുന്നാ നസ്മഉ, ഞങ്ങളെങ്ങാനും ദുനിയാവിൽ വെച്ച് ഇത്തരത്തിലുള്ള നന്മകൾ കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, ഞങ്ങളൊന്ന് ബുദ്ധി കൊടുത്ത് ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ആളിക്കത്തുന്ന ഈ നരകത്തിൽ ഞങ്ങൾ വീഴൂലായിരുന്നു എന്നാ പറയണത്. എല്ലാം കൈവിട്ടുപോയി അവസാനം നരകത്തിലെത്തുമ്പോ പറയണേ, കേട്ടാ മതിയായിരുന്നു, ചിന്തിച്ചാൽ മതിയായിരുന്നു, പഠിച്ചാൽ മതിയായിരുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ നിങ്ങളോട് ഈ നാട്ടിലെ ബന്ദിയോട് അങ്ങാടിയിൽ വന്നിട്ട് നിങ്ങളോട് 300 കൊല്ലം പഴക്കമുള്ള കുതുബിയത്തെടുത്ത് പാരായണം ചെയ്യാനല്ല, 400 കൊല്ലം പഴക്കമുള്ള മുഹയ്യിദ്ദീൻ മാലയിലേക്കല്ല, 30 കൊല്ലം പഴക്കമുള്ള സ്വലാത്ത് വാർഷികത്തിലേക്കല്ല, 4 കൊല്ലം പഴക്കമുള്ള മടവൂർ കാഫിലയിലേക്കല്ല, ആറ്റക്കോയ തങ്ങളുടെ പുതിയ പുതിയ സ്വലാത്തുൽ ഫാത്തിഹിന്റെ വ്യാജ കച്ചവടത്തിലേക്കല്ല നമുക്ക് ക്ഷണിക്കാനുള്ളത്, അല്ലാഹുവിലേക്കാണ്. അദ്ഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ക്ഷണമാണ് നമുക്ക് ക്ഷണിക്കാനുള്ളത്. വേദഗ്രന്ഥത്തിലേക്കാണ്, പാലക്കിതാബിലേക്കല്ല, മാലക്കിതാബിലേക്കല്ല. നമുക്ക് മറ്റൊരു വേദങ്ങളും പറയാനില്ല. ഇന്നഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ ശരിയായ ഖുർആൻ ഇതാ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഖുർആൻ നമുക്ക് വഴി കാണിച്ചു തരും. അതിനത് പഠിക്കണം, അത് വായിക്കണം, ആ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ചുറ്റപ്പെടുത്തണം. അതിന്റെ 1-ാമത്തെ സൂറത്ത് നോക്കൂ നിങ്ങൾ. സകല വേദഗ്രന്ഥങ്ങളുടെയും സന്ദേശം അതാ ഖുർആനിലുണ്ട്. ഖുർആനിലെ 114 അധ്യായങ്ങളുടെ സാരാംശം അവിടുത്തെ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്.
നിലപാട്. അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചതെന്തോ അതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. നിബിതങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അതാണ് നമ്മുടെ മാതൃക. നാട്ടാചാരങ്ങൾ പലതും നടക്കും, ഭൂരിപക്ഷം പലതും ചെയ്യും. നമ്മൾ അതൊന്നുമല്ല മുറുകെ പിടിക്കേണ്ടതെന്നായിരുന്നു KJ പഠിപ്പിച്ചതെങ്കിൽ പോരാ, ഞങ്ങൾക്ക് മാലകൾ വേണം, ഞങ്ങൾക്ക് ത്വരീക്കത്തുകൾ വേണം, ഞങ്ങൾക്ക് ഖബറുത്സവങ്ങൾ വേണം. അല്ലേ, കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങളെ മുഹിയുദ്ദീൻ ഷെയ്ഖേ രക്ഷിക്കണേ എന്ന് വിളിപ്പിക്കാനാണ് ഞങ്ങൾ സമസ്തയുണ്ടാക്കിയതെന്ന് പച്ച മലയാളത്തിൽ അവർ പ്രസംഗിച്ചില്ലേ? അപ്പൊ ലക്ഷ്യം എന്താ? അള്ളാന്റെ കലാമിൽ നിന്ന് വ്യതിചരിക്കപ്പെട്ടു. ഇനി മാത്രമല്ല, ലോകത്ത് വന്ന സകല അമ്പിയാക്കന്മാര് പഠിപ്പിച്ച ആദർശത്തിൽ ഇപ്പൊ ആരാ ഉള്ളത്? കേൾക്ക്. ലോകത്ത് 1.25 ലക്ഷം വരുന്ന അമ്പിയാക്കന്മാര് വന്നിട്ട് അവരൊക്കെ എന്താ നാട്ടിൽ പഠിപ്പിച്ചു കൊടുത്ത്? ആദം നബി അലൈഹിസ്സലാമിന്റെ കാലം കഴിഞ്ഞ് ആദ്യത്തെ റസൂലായി വന്ന നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് കാണാൻ സാധിക്കും. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി. നൂഹ് നബി അലൈഹിസ്സലാമിനെ തന്റെ ജനതയിലേക്ക് പറഞ്ഞയച്ചു. ഫഖാല, എന്നിട്ട് നൂഹ് നബി പറഞ്ഞു കൊടുത്തു, യാ ഖൗം, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു ആരാധ്യനില്ല കേട്ടോ. ഒരു മഹാനും ഒരു നബിയും ഒരു മലക്കും ഒരു ജിന്നും ഒരാളും നിങ്ങൾക്ക് ആരാധ്യനില്ല. ഇന്നീ ഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം. നാളെ പരലോകത്ത് ഭയാനകമായ രംഗങ്ങളുള്ള ഖിയാമത്ത് നാളിനെ ഞാൻ പേടിക്കുകയാണ്. ജനങ്ങളെ, ഞാൻ പറയുന്നതൊന്ന് നിങ്ങൾ അംഗീകരിക്ക്. സൂറത്തുൽ അറാഫിന്റെ 59-ാമത്തെ ആയത്ത് വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള പരിഭാഷ എടുത്ത് വായിച്ചിട്ട് സംശയം ദൂരീകരിച്ചോളൂ. ആ മുജാഹിദുകൾ പറഞ്ഞ അർത്ഥമല്ല. ഇനി കേൾക്കണോ നിങ്ങൾ? എന്തുകൊണ്ട് നൂഹ് നബി അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. അവർക്ക് ചില ആരാധ്യന്മാരുണ്ടായിരുന്നു. ആരായിരുന്നു അവർ? കല്ലുകളല്ല, മരങ്ങളല്ല, ചില വ്യക്തികളായിരുന്നു. വദ്ദം വലാ സുവാഅം വലാ യഗൂസ വയഊഖ വനസ്റാ. വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ, മഹാരിജാലുൻ സാലിഹുൻ, നല്ല പുണ്യപുരുഷന്മാരായിരുന്ന ഈ മനുഷ്യന്മാരെ അവരുടെ കാലങ്ങൾക്ക് ശേഷം ആ ജനങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയപ്പോഴാണ്, ബഹുമാനിച്ച് ആദരിച്ച് ആരാധനകളിലേക്ക് അത് കടന്നപ്പോഴാ നൂഹ് നബി പറഞ്ഞത്, വേണ്ടട്ടോ, ഇത് ശരിയാവില്ല. അപ്പൊ ആ നാട്ടിലെ ജനങ്ങൾ തിരിച്ചു പറഞ്ഞു. നൂഹ് പലതും പറയും, നൂഹ് തൗഹീദായിട്ട് പലതും പറയും, നൂഹ് പുതിയ ആളാണ്, അവൻ പലതും പറയും, നമ്മളതൊന്നും നോക്കണ്ട. വഖാലു, ആ ജനങ്ങൾ പറഞ്ഞു, ലാ തദറുന്ന ആലിഹതകും, നിങ്ങൾ ഒരിക്കലും ഈ ആരാധ്യന്മാരെ വിടരുത്, ഇവരെ മുറുകെ പിടിക്കണം, ഇവരാരാധനയിൽ വിടാൻ പാടില്ല. നിങ്ങൾ ഈ വദ്ദും സുവാവും യഗൂസിനോടും പ്രാർത്ഥിക്കാനും ഇസ്തിഗാസ നടത്താനും ഒരു മടിയും നിങ്ങൾ കാണിക്കേണ്ടതില്ലെന്ന് അവർ വാദിച്ചു. എത്ര വലിയ അബദ്ധാണ് ചെയ്തത്. അടുത്തതായി കാണാം, ഹൂദ് നബിനെ പറഞ്ഞയച്ചു. എന്താ പറഞ്ഞ? ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ. അറാഫ് സൂറത്തിന്റെ 65-ാമത്തെ ആയത്ത്. ഹൂദ് നബി അലൈഹിസ്സലാം ആദ് സമുദായത്തോട് പറഞ്ഞു, മനുഷ്യരെ, നിങ്ങൾ അല്ലാഹനെ ആരാധിക്ക്, അവനല്ലാതെ ഒരാരാധ്യനില്ല. നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകാൻ കഴിവുള്ള ശക്തി അല്ലാഹ് മാത്രമാണ്, പടച്ച റബ്ബ് മാത്രമാണ്. രോഗം മാറ്റാൻ കഴിവുള്ളതവനാണ്, മരിപ്പിക്കാൻ കഴിവുള്ളതവനാണ്, ജീവിപ്പിക്കാൻ കഴിവുള്ളതവനാണ്. എല്ലാ നിലക്കുമുള്ള കഴിവിന്റെ ഉടമയായവൻ അവനാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, എല്ലാ സൃഷ്ടിപ്പിന്റെയും ഉടമ അവനാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ള അല്ലാഹുവാണ്. എന്നിട്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് ഏതെങ്കിലും രണ്ട് നബിമാരില്ല, ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു തന്നു, അഫ്ദലു ദുആഇ ദുആഉ യൗമി അറഫ, അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന. വഅഫ്ദലു മാ ഖുൽതുഹു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എൻ്റെ മുമ്പുണ്ടായിരുന്ന സകല നബിമാരും പറഞ്ഞതിലെ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു.
അള്ളാഹു മാത്രമാണ് ആരാധ്യൻ, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല. ഇത് പറയാനാണ് ലോകത്ത് അമ്പിയാക്കന്മാര് മുഴുവൻ വന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, അതേ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കേണ്ടുന്ന നമ്മളെ അള്ളാഹുവല്ല, മോനെ ഓക്കെ അല്ല സഹോദരങ്ങളെ, ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ജനങ്ങൾ ചോദിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ അവർ വെറുതെ പറയല്ലേ, അങ്ങനെയൊക്കെ ഉസ്താദുമാർ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ സംശയങ്ങൾ ഉണ്ടാവും. ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല, കുറച്ച് ക്ലിപ്പുകൾ മാത്രം ഒന്ന് പറയാം. ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ആരാണ്? ഖാലിഖാരാണ്, അള്ളയാണ്. മുദബ്ബിർ ആരാണ്? അള്ളയാണ്. രോഗം നൽകുന്നതാരാ? അള്ളയാണ്. പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന സമീഉദ് ദുആ അള്ളയാണ്. ആർക്കാ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ജനങ്ങളോട് ഇത് പറഞ്ഞാൽ അവർക്ക് പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അവരുടെ ശൈഖുനയായ നേതാവായ ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്, നമ്മുടെ വിശ്വാസപ്രകാരം ലോകം നിയന്ത്രിക്കുന്നത് അള്ളയൊന്നുമല്ല. പിന്നാരാ? അദ്ദേഹം പറയട്ടെ. ഒന്നാമത്തെ ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. محمد أبو شيخ المشائخ سلطان الأولياء قطب الأولياء شيخ محمد أبو بكر رضي الله عنه قدس الله سره ബഹുമാനപ്പെട്ടവർ ആണ് അവിടുത്തെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത്. എൻ്റെ നിയന്ത്രണവും എൻ്റെ ജീവിതവും അവിടുത്തെ തദ്ബീറിലായിരുന്നു. ആ തദ്ബീർ തന്നെ അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഉണ്ട്. യാതൊരു കുറവും വരുത്താതെ ഹയാത്ത് കാലത്തുള്ള അതേ തദ്ബീർ എനിക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യന് പടച്ച റബ്ബ് ആയുസ് കൊടുത്തു, ജീവിക്കാനുള്ള എന്തെല്ലാം സുഖം, കോടിക്കണക്കിന് രൂപന്റെ സ്വത്ത് കൊടുത്തു, എല്ലാ അനുഗ്രഹങ്ങളും പടച്ച റബ്ബ് ഇങ്ങനെ പരീക്ഷണമായി കൊടുത്ത് നല്ല രൂപത്തിൽ ജീവിച്ച് അല്ലാഹ്ക്ക് ശുക്ർ കാണിച്ച് അല്ലാഹനെ ഇബാദത്ത് ചെയ്യാൻ നോക്കൂ നിങ്ങൾ. ആ ക്ലിപ്പ് ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി അത് കേൾക്ക്. ശൈഖുൽ മശായിഖ് സുൽത്താനുൽ ഔലിയാ ഖുതുബുൽ ഔലിയാ ശൈഖ് മുഹമ്മദ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിറഹു ബഹുമാനപ്പെട്ടവർ എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത്. എൻ്റെ നിയന്ത്രണവും എൻ്റെ ജീവിതവും അവിടെ ശൈഖുൽ മശായിഖ് സുൽത്താനുൽ ഔലിയാ ഖുതുബുൽ ഔലിയാ ശൈഖ് മുഹമ്മദ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിറഹു ബഹുമാനപ്പെട്ടവർ ആണ് അവിടുത്തെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത്. എൻ്റെ നിയന്ത്രണവും എൻ്റെ ജീവിതവും അവിടുത്തെ തദ്ബീറിലായിരുന്നു. ആ തദ്ബീർ തന്നെ അവിടുത്തെ വഫാത്തിന്റെ ശേഷവും ഉണ്ട്. യാതൊരു കുറവും വരുത്താതെ ഹയാത്ത് കാലത്തുള്ള അതേ തദ്ബീർ എനിക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ്. സഹോദരങ്ങളെ, കേരളത്തിൽ അറിയപ്പെടുന്ന ഇവരുടെ നേതാക്കന്മാരുടെ നേതാവായി ഇവരെ അറിയപ്പെടുന്ന ഷെയ്ഖുനയുടെ സംസാരമാണ്. എന്നെ നിയന്ത്രിക്കുന്നത് മുഴുവൻ ഷെയ്ഖ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. നിങ്ങൾ ആരും വിചാരിക്കരുത് മക്കത്തെ അബൂബക്കർ അല്ല, ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന കോഴിക്കോട് ജില്ലയിൽ 35 കൊല്ലം മുമ്പ് മരണപ്പെട്ട ഒരു മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്.
അള്ളാന്റെ ഖുർആൻ പറഞ്ഞ വാക്കെന്താ? ഫമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്. മനുഷ്യ, നിങ്ങൾക്ക് വല്ല നിഅമത്തും ലഭിച്ചിട്ടുണ്ടോ? എല്ലാം അള്ളാഹുവിന്റെ അടുത്തു നിന്നാണ്. അതേ സമയത്ത് ഇവിടെ ശരിക്കും പച്ചയായ നിഷേധമാണ്. എനിക്കെല്ലാ സൗകര്യങ്ങളും തന്നത്, എന്നെ നിയന്ത്രിച്ചത് ജീവിതകാലത്ത് ആ മനുഷ്യനായിരുന്നുവെങ്കിൽ മരിച്ചുപോയിട്ടും എന്നെ ഇപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആ മനുഷ്യൻ തന്നെയാണ്. ഒരു ഔലിയാക്കന്മാരുടെ പദവി കൊടുത്ത ഒരാളെ പറ്റിയാണല്ലോ. സഹോദരങ്ങളെ, ആ മനുഷ്യന്റെ ജീവിതം, ആ മനുഷ്യന് പോലും ആ വലിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ആളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യം നിയന്ത്രിക്കാൻ കഴിയാതെ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. രോഗം ബാധിച്ചിട്ടുണ്ട്. പല പ്രയാസങ്ങൾ ആ മനുഷ്യൻ വാർദ്ധക്യകാലത്ത് വടി പിടിച്ച് നടന്നിട്ടുണ്ട്. എത്രത്തോളം കണ്ണിനെ വരെ അസുഖം ബാധിച്ചിട്ടുണ്ട്. എന്തെല്ലാം പ്രയാസങ്ങൾ. തന്റെ ഭാര്യയുമൊത്തുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ കഴിവുണ്ടായിരുന്ന ആ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചാണല്ലോ അവര് പറയുന്നത് അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല, സ്വന്തത്തിന് ഒരു മകന് നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. എന്നിട്ട് സഹോദരങ്ങളെ, ഈ മനുഷ്യനാണ് എനിക്ക് എല്ലാ നിയന്ത്രണങ്ങളും എന്റെ എല്ലാ കാര്യങ്ങളും തർത്തീബാക്കി തരുന്നത്. ഇതൊക്കെ ആരാ പഠിപ്പിക്കുന്നത്? സ്വാഭാവികമായും ഇവരുടെ അനുയായികൾ എന്ത് വിശ്വസിക്കുന്നു, ഇവരുടെ അനുയായികൾ എന്ത് വിശ്വസിക്കുന്നു, എന്ത് പഠിക്കുന്നു? അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചത് അവർ ശ്രദ്ധിക്കുമോ? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. അള്ളാഹുവിന്റെ അടുത്താണ് സകല നിയന്ത്രണങ്ങളും ആധിപത്യങ്ങളും ഉള്ളത്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള്. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അള്ളയാണ്. ഖുർആൻ. അതേ സമയത്ത് പുരോഹിതന്മാർ, വിവരമുണ്ടെന്ന് പറയുന്ന ആളുകൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെതിരാണ്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ബന്ദിയോടിലെ മുസ്ലിമീങ്ങളെ, നമുക്ക് ചിന്തിക്കാനുള്ള തലച്ചോറ് തന്നു. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. പടച്ചോൻ ചോദിക്കും. ഈ കാര്യത്തിൽ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും. അറിവ് ലഭിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് നിലപാടെടുത്തു. ഇനി അത് മാത്രമല്ല, ഒരു മനുഷ്യന്റെ കാര്യത്തിൽ മാത്രമല്ല, പിന്നീട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാളല്ല ലോകം നിയന്ത്രിക്കുന്നത്, ഒരുപാട് ആളുകളാണ്. ആരാണ് അവർ? ഔലിയാക്കന്മാരാണ്. ഏത് ഔലിയാക്കന്മാരാണ്? ഓമാനു സുഹദാക്കളെ ഇവർ വിളിക്കുന്നത് ഔലിയാക്കന്മാരായിട്ടാണ്. സ്വന്തം തലക്ക് വിറക് കൊള്ളികൊണ്ട് അടികിട്ടി മരിച്ചവരാണ് ഓമാനു സുഹദാക്കൾ. പല രോഗങ്ങൾ ബാധിച്ച് മരിച്ച ഒരുപാട് മക്ബറകളിലെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഔലിയാക്കന്മാർ. ഈ ഔലിയാക്കന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് അള്ളാഹിനേക്കാൾ പേടി ഔലിയാക്കന്മാരുടെ കുരുത്തക്കേട് തട്ടുമോന്നാണെങ്കിൽ ഇവരെ കുറ്റം പറയാൻ കഴിയില്ല. നിങ്ങൾ ആ ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. രണ്ടാമത്തെ ക്ലിപ്പ് ശ്രദ്ധിച്ചു. അവരാണ് ഈ ലോകത്ത് നിയന്ത്രണം നടത്തുന്നത് എന്ന് പറഞ്ഞതാൽ അത് അബദ്ധമായി പോയി എന്ന് പറയുന്നത് നോക്ക്. വൽ മുദബ്ബിറാത്തി അംറൻ, പരിശുദ്ധ ഖുർആൻ. വൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ കൊണ്ട് സത്യം. അല്ലാഹു സത്യം ചെയ്യുന്ന പല സംഗതികളെ കൊണ്ട്. കാര്യം നിയന്ത്രിക്കുന്നവർ എന്ന് പറയുമ്പോൾ അല്ലല്ലോ, അല്ലാഹു ഒന്നല്ലേ ഉള്ളൂ. നിയന്ത്രിക്കുന്നവർ ആരാണ്? ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ വളരെ വിശദമായി പറഞ്ഞു. ഹും അർവാഹുൽ മുഅ്മിനീൻ, ഹും അർവാഹുൽ മുഅ്മിനീൻ. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ശൈഖുന പോലും പറയാണ് ലോകം നിയന്ത്രിക്കുന്നത് അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ആത്മാക്കളാണ്. അപ്പൊ എല്ലാരും പെട്ടില്ലേ?
എല്ലാവരും പെട്ടില്ലേ? ഫഖറുദ്ദീൻ റാസിന്റെ പേരും പറഞ്ഞുകൊണ്ട് അതിന്റെ ബാക്കി ഭാഗങ്ങളൊന്നും വിശദീകരിക്കാതെ വേണ്ടത് മാത്രം അങ്ങോട്ട് ചേർത്തിട്ട് ലോകം നിയന്ത്രിക്കുന്നത് അർവാഹുൽ മുഅ്മിനീങ്ങളാണ്. ഔലിയാക്കന്മാർക്കും കൂടെയല്ല പറഞ്ഞത്, റൂഹുൽ മുഅ്മിനീങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിക്കണം കേട്ടോ. ഇവിടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാര് സകലരും ജനങ്ങളെ ക്ഷണിക്കുന്നത് അള്ളാഹുവിലേക്ക് വരാനാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നൂഹ് നബി അവിടുന്ന് പറയുന്നുണ്ട്, അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോ, റബ്ബാണ് പാപം പൊറുക്കുന്നവൻ. യുർസിലിസ് സമാഅലൈക്കും മിദ്റാറാ, മഴ തരുന്നത് റബ്ബാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് വിശദീകരിക്കുന്ന ഇബ്രാഹിം നബിന്റെ കൗല് കാണാം. മരിപ്പിക്കുന്നത് അള്ളയാണ്, ജീവിപ്പിക്കുന്നത് അള്ളയാണ്. വഇദാ മരിതു ഫഹുവ യശ്ഫീ, രോഗം വന്നാൽ രോഗം മാറ്റുന്നതും അള്ളയാണ്. അതുകൊണ്ട് ലോകത്ത് നടക്കുന്ന എല്ലാത്തിന്റെയും അത്ഭുതകരമായ ആ കഴിവുകളെല്ലാം ഉള്ളത് അള്ളാഹുവിന്റെ അടുത്താണ്. അത് ലോകത്ത് ഒരാൾ ജീവിച്ചാലും മരിച്ചാലും അത് സാധ്യമല്ല. മനുഷ്യൻ ഒരുപാട് പോരായ്മകളോടെ ജീവിക്കുന്നവരാണ് എന്ന് മാത്രമല്ല, ഈ കഴിവുകളും ശേഷികളും ഒക്കെ, ഈ നിയന്ത്രണങ്ങളും, ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണങ്ങളാവട്ടെ, അതല്ലെങ്കിൽ ആളുകളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യാനുള്ള കഴിവാകട്ടെ, പ്രാർത്ഥന കേൾക്കാനുള്ള കഴിവാകട്ടെ, ജീവിച്ചിരിക്കുന്ന കാലത്തില്ല. പിന്നെ എപ്പോഴുണ്ടാവുക? മരിച്ചാലാണ് കിട്ടുക. സുഹൃത്തുക്കളെ, ഈ ബന്ദിയോട് അങ്ങാടിയിലെ 1 കിലോമീറ്റർ അപ്പുറത്ത് ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള ഒരു മഹാപണ്ഡിതൻ ഉണ്ടെന്ന് വിചാരിക്കുന്നത്. ആ മനുഷ്യനെ നിങ്ങൾ ഇവിടുന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അയാൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയോ? അയാൾ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. 150 കിലോമീറ്റർ ഒന്നും പോണ്ട, 1 കിലോമീറ്റർ അപ്പുറത്തുള്ള നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പണ്ഡിതനോട് നേർക്ക് നേരെ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചാൽ ആ മനുഷ്യന്, ആ പണ്ഡിതന് കേൾക്കാനും ഉത്തരം ചെയ്യാനും കഴിവുണ്ടോ? നമ്മൾ എന്താ പറയാ? കഴിയില്ലട്ടോ. എന്താ കഴിയാത്തത്? അയാൾ മനുഷ്യനാണ്. അയാളുടെ കേൾവിക്ക്, കാഴ്ചക്ക് നിയന്ത്രണമുണ്ട്, പരിധികളുണ്ട്, പരിമിതികളുണ്ട്. എന്നാൽ അള്ളാഹുവിനോ പരിമിതികളില്ലാത്ത, പരിധികളില്ലാത്ത, ജീവിച്ചിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു കാലവ്യത്യാസമില്ലാതെ, ദൂരവ്യത്യാസമില്ലാതെ എല്ലാം കാണാൻ സമീ, എല്ലാം കേൾക്കുന്നവൻ, ബസീർ, എല്ലാം കാണുന്നവൻ അള്ളാന്റെ കഴിവാ. എന്നാൽ ഇവർ വരെയാണ് മരിച്ചാലുള്ള കഴിവ് ഇവർക്ക് കൂടാണ്. മരിച്ചാലാണ് എല്ലാ നിയന്ത്രണങ്ങളും അധികാരങ്ങളും വരുന്നത്. നോക്കൂ നിങ്ങൾ, അടുത്തത് ക്ലിപ്പ് ശ്രദ്ധിച്ചോളൂ. മരണപ്പെട്ടു പോയതിന്റെ ശേഷവും അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ അർവാഹുകൾ ഈ ലോകത്ത് നിയന്ത്രണവും ഭരണവും നടത്തുന്നു എന്നതാണ് സത്യം. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മദഊരി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകൾ ഇവിടെ ആത്മീയമായ നിയന്ത്രണം നടത്തിയ ഒരു വലിയ മഹാനായിരുന്നു എന്നതിൽ സംശയം ഇല്ല. അതുകൊണ്ട് തന്നെ അവരെ ഓർക്കലും അവരെ അനുസ്മരിക്കലും മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമാണ്, ആവശ്യമാണ്. സഹോദരങ്ങളെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. മരിച്ചുപോയ ഈ മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുന്നത്. മരിച്ചതിന് ശേഷമാണല്ലോ ഇതൊക്കെ പറയാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏതെങ്കിലും ആളുകൾക്ക് വലിയ വലിയ ഔലിയ പട്ടം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ മരിക്കണതിന് മുമ്പൊന്ന് പറയുണ്ടു. മരിച്ച് 10-20 കൊല്ലം കഴിഞ്ഞാലാണ് പിന്നെ ഔലിയ പട്ടം കൊടുക്കുന്നത്. ആലോചിക്കണം നിങ്ങൾ. ആ മരിച്ച CM മടവൂർ എന്ന ചിറ്റടിമേത്തൽ അബൂബക്കർ എന്നൊരു മനുഷ്യനെ ദിക്ർ നമ്മളിങ്ങനെ അള്ളാഹനെ സ്മരിക്കുന്ന പോലെ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് പറയുന്ന പോലെ CM മടവൂരിനെ സ്മരിക്കൽ വാജിബാണ്, നിർബന്ധാണ്. ആർക്ക്? മുഅ്മിനീങ്ങൾക്ക്. സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മിക്കൽ നിർബന്ധമുണ്ടോ?
ആരാ സ്വർഗാവകാശി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മിക്കുക എന്നുള്ളത് നിർബന്ധമുണ്ടോ? എന്നാൽ അവർക്കില്ലാത്ത സ്ഥാനം ആർക്ക്? നമസ്കരിക്കാറില്ല, കുളിക്കാറില്ല, നോമ്പെടുക്കാറില്ല. നോമ്പെടുത്തവരെ നോമ്പ് മുറിപ്പിക്കുന്നെന്ന് പോലീശ പറഞ്ഞ് കള്ളക്കറാമത്ത് കഥകളുടെ നീണ്ട പലതും പറഞ്ഞു നടക്കുന്ന CM സ്മരണിക പുസ്തകത്തിൽ എഴുതി വെച്ചു. CM തുരുതുര സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു, സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു. നമസ്കരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല, നമ്മളാരും എഴുതി വെച്ചതല്ല, പഠിക്കാൻ കിട്ടും. CM സ്മരണിക പുസ്തകത്തിൽ മലയാളത്തിൽ എഴുതി വെച്ചു. ഈ മനുഷ്യനെ സ്മരിക്കുന്നത്, ഓർക്കുന്നത് വാജിബാണ്, നിർബന്ധമാണ്. മുഅ്മിനീങ്ങൾക്കെന്ന് മുഅ്മിനീങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് അത് അതുപോലെ വിഴുങ്ങി ജീവിക്കുക. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാര് ഓർമ്മിക്കാൻ തുടങ്ങി. ശിഷ്യന്മാർ ഓർമ്മിക്കാൻ വേണ്ടിയുള്ള പല കാരണങ്ങൾ ഉണ്ടാക്കി പല ചാനലുകളും രംഗത്ത് വന്നു. അങ്ങനെ ലേറ്റസ്റ്റ് ആയി വന്ന ചാനലാണ് മടവൂർ കാഫില. കേട്ടിട്ടുണ്ടല്ലോ, ഫേമസ് ആയിട്ടുണ്ട്. നാട്ടിൽ ആർക്കും ആ മനുഷ്യനറിയില്ല. മടവൂർ കാഫില എന്ന് പറയുന്ന ആ സിറാജുദ്ദീൻ ലത്തീഫിയെ കുറിച്ച് നാട്ടുകാരോട് ചോദിച്ചു. എന്റെ പരിസരത്തിന് അപ്പുറത്തായിട്ടുള്ള ചട്ടിപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് ആ മനുഷ്യൻ താമസിക്കുന്ന മലപ്പുറം ജില്ലയിൽ. നാട്ടുകാർക്ക് ആർക്കും ഇയാൾ ആരാന്നറിയില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ ഉണ്ട് എന്നും അവർക്ക് 3 കുട്ടികളുണ്ട് എന്നും അവര് പ്രഗ്നന്റ് ആണെന്നും തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള അയൽവാസികൾ പോലും ഒന്നും അറിയാത്ത ഒരു ലോകം. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ. കറാമത്ത് കഥകൾ ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണ്. എത്രത്തോളം പറഞ്ഞ് എന്തെല്ലാം വാദങ്ങൾ അവർ കൊണ്ടുവന്ന് നിരത്തിയിട്ടുണ്ട്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാദഗതികൾ ഓരോന്നോരോന്നായി സമൂഹത്തിന് ഇട്ടുകൊടുത്തു. ആ മനുഷ്യന് ഇത്തരത്തിൽ ഇങ്ങനെ എല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ട് അയാളെ തിരുത്താൻ ഒരാളും സന്നദ്ധരല്ല. ലോകം നിയന്ത്രിക്കുന്നത്, രോഗം മാറ്റുന്നത്, മരിച്ചോലെ ജീവിപ്പിക്കുന്നത് എല്ലാം CM മടവൂരാണെന്ന് പറയിപ്പിക്കുന്ന ഈ മനുഷ്യനെ എന്താ ചെയ്യേണ്ടത്? നീ ഈ ആദ്യ വർത്താനം പറയരുതെന്നല്ലേ പറയേണ്ടത്. അതിനു പകരം ഇവർ കൊടുത്തെന്തറിയോ? സിറാജുദ്ദീൻ ലത്തീഫിക്ക് ഡോക്ടറേറ്റ് കൊടുത്ത് രാജ്യത്ത് പുരസ്കാരം കൊടുക്കണം എന്നാ മൂപ്പര് പറഞ്ഞത്. നമുക്ക് നിങ്ങൾ ക്ലിപ്പ് ശ്രദ്ധിച്ചു നോക്ക്. 4-ാമത്തെ ക്ലിപ്പ്. ഈ ഇവിടെ ഇന്ന് ഞാൻ എനിക്കൊരു അഭിപ്രായം രേഖപ്പെടുത്തുക. ഒരു കുത്തുബിനെ കുറിച്ച് ഇത്രമാത്രം സംസ്ഥാനത്തിന്റെ ഉടനീളം നടന്ന് സംസ്ഥാനത്തിന്റെ പുറത്ത് അറേബ്യൻ രാജ്യത്ത് പോലും പോയി അനുഭവസ്ഥരെ സമീപിച്ച് ഇത്രമാത്രം ത്യാഗസമ്പൂർണമായ ഒരു ചരിത്രം, ഒരു അനുഭവ സത്യം, ഒരു അനുഭവ ചരിത്രം ശേഖരിച്ച ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല, നമ്മുടെ ലത്തീഫ് ഉസ്താദിനെ കൂടാതെ. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകണമെന്നാണ് എന്റെ അഭിപ്രായം. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകണമെന്നാണ് എന്റെ അഭിപ്രായം. ഞങ്ങളെയും അഭിപ്രായം അതന്നെയാണ്. ഞങ്ങളുടെയും അഭിപ്രായം നിങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ ആ മനുഷ്യന്മാർക്ക് ഡോക്ടറേറ്റ് കൊടുക്കണം. പക്ഷെ ഇപ്പൊ ജയിലിലാണ്, കുറച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ കൊടുത്താൽ മതി, സ്വീകരണം അപ്പൊ കൊടുത്താൽ മതി. എന്റെ സുഹൃത്തുക്കളെ, ഞാൻ ഒറ്റ കാര്യം പറയണത്, ഈ മനുഷ്യൻ ജനങ്ങളോട് പഠിപ്പിച്ചു ലോകം നിയന്ത്രിക്കുന്നതും നിങ്ങളെ മരിച്ചാലും നിങ്ങൾക്ക് രോഗം വന്നാലും എല്ലാം ശരിയാക്കി തന്നത് എന്റെ CM ആണെന്ന് പറഞ്ഞു. ആ മനുഷ്യന്റെ സ്വന്തം ഭാര്യ രക്തം വാർന്ന് വീട്ടിൽ മരിച്ചിട്ട് ഒന്ന് ആശുപത്രിക്ക് കൊണ്ടുപോയില്ല. ഷെയ്ഖുന് എന്താ വരാഞ്ഞത്? സ്വന്തം ഭാര്യയുടെ ജീവൻ നഷ്ടപ്പെടുമ്പോ ഷെയ്ഖുന് എന്താ വരാഞ്ഞത്? എന്റെ ബന്ദിയോട് അങ്ങാടിയിലെ APEK സമസ്തയിലുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സ്നേഹത്തോടെ പറയും, നിങ്ങൾ സാധുക്കളാണ്, നിങ്ങളൊന്നും അറിയുന്നില്ല. നിങ്ങളുടെ നേതാക്കന്മാരുടെ അബദ്ധങ്ങളും മുഴുവൻ നിങ്ങൾ വിഴുങ്ങുകയാണ്. ഒരുപക്ഷെ നാളെ ഇതിന് മറുപടി പറയാൻ ഇതേപോലെ ഡോക്ടറേറ്റ് കൊടുത്ത കുറെ ആൾക്കാരുണ്ട്. ഓല് വന്ന് വരും. അവർക്കും ഇതിനെന്തെങ്കിലും ഒന്ന് പറയാതെ ജീവിക്കാൻ കഴിയില്ല.